ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വർഷം മോഡൽ IT എക്സാമിന് വന്ന മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഒരു വിഭവ ഭൂപടം ഫോമിലെ എക്സാം ഡോക്യുമെൻസിലുള്ള ക്വിജിസ് പ്രൊജക്ട്സ് എന്ന ഫോൾഡറിൽ മുനിസിപ്പൽ മാപ്പ് .QGIS എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ക്വിജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഭൂപടത്തിലെ ഷോപ്പ് ലെയർ അപ്രത്യക്ഷമാക്കുക. വാർഡ് 3 നൽകിയിരിക്കുന്ന വയലറ്റ് നിറം മാറ്റി ചുവപ്പ് നിറം ആക്കുക. അതായത് മൂന്നാമത്തെ വാർഡിൻ്റെ നിറം മാറ്റി വയലറ്റ് നിറം മാറ്റി ചുവപ്പ് നിറമാക്കാനാണ് ആവശ്യപ്പെട്ടത്. ഈ വിഭവ ഭൂപടം ഒരു ചിത്ര ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ചിത്ര ഫയലായി സേവ് ചെയ്യുന്നതിന് ക്വിജിസ് സോഫ്റ്റ്വെയറിലെ പ്രൊജക്റ്റ് സേവ് ആസ് ഇമേജ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് പ്ലേസസ്, ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ്, അതിൽ ക്വിജിസ് പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ മുനിസിപ്പൽ .QGS മുനിസിപ്പൽ മാപ്പ് .QGS എന്ന ഫയല് മൗസിൻ്റെ വലത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ക്വിജിസ് ഡെസ്ക്ടോപ്പ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനിയൊരു ഈ ലെയറൊന്നും കാണുന്നില്ല എങ്കിൽ ഇവിടെ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. ഭൂപടത്തിലെ ഷോപ്പ് ലെയർ അപ്രത്യക്ഷമാക്കുക. ഫസ്റ്റ് ഇവിടെ ഷോപ്പ് ഈ ഒരു ലെയർ അപ്രത്യക്ഷമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുക. ശ്രദ്ധിക്കുക, ടിക്ക് മാർക്ക് നൽകുമ്പോൾ ആ ഒരു ലെയർ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടിക്ക് ഒഴിവാക്കിയാൽ ആ ലെയർ അദൃശ്യമായതായി കാണും. അപ്പോൾ ഷോപ്പ് എന്ന ലെയർ അദൃശ്യമാക്കാനാണ് പറഞ്ഞത്. ഇനി അടുത്ത് നോക്കാം. വാർഡ് 3ക്ക് വയലറ്റ് നിറം മാറ്റി ചുവപ്പ് നിറം നൽകണം. വാർഡ് 3 ഇതാണ്. ഇതിൻ്റെ കളറ് വയലറ്റ് നിറം മാറ്റിയിട്ട് ചുവപ്പ് നിറം നൽകാനാണ് പറഞ്ഞത്. അതിനുവേണ്ടി മുനിസിപ്പാലിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ മൂന്നാമത്തെ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചേഞ്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആവശ്യമായ കളറ് റെഡാണ് പറഞ്ഞിരിക്കുന്നത്, റെഡ് നൽകുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെയും ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ റെഡായി. ഇത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓരോ ലെയർ ദൃശ്യമാക്കണമെങ്കിൽ ഈ ടിക്ക് മാർക്ക് നൽകുക, ഒഴിവാക്കണമെങ്കിൽ ഈ ടിക്ക് മാർക്ക് കളയുക. അത്രയാണ് ഇതിലുള്ളത്. പിന്നെ ഇതിനെ ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ചിത്ര ഫയലായി സേവ് ചെയ്യുന്നതിന് വേണ്ടി ക്വിജിസ് സോഫ്റ്റ്വെയറിലെ പ്രൊജക്റ്റ് സേവ് ആസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. പ്രൊജക്റ്റിലെ സേവ് ആസ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 9901 നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തതിന് ശേഷം _ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2 കൊടുക്കും. അതിനുശേഷം ഏറ്റവും താഴെ സേവ് ബട്ടൺ പ്രസ് ചെയ്യും.
അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ നോക്കുക. ഇതാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ. ഇനി അതിൽ തന്നെയുള്ള വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ വർഷം മോഡൽ എക്സാമിന് വന്ന ക്വിജിസ് ഡെസ്ക്ടോപ്പിലെ മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഒരു വിഭവ ഭൂപടം ഹോംലി എക്സാം ഡോക്യുമെൻസിലുള്ള ക്വിജിസ് പ്രൊജക്ട്സ് എന്ന ഫോൾഡറിൽ മുനിസിപ്പൽ മാപ്പ് .qgs എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ക്വിജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഹോസ്പിറ്റൽ എന്ന പേരിൽ ഒരു ലെയർ നിർമ്മിക്കുക. ലെയർ ടൈപ്പ് പോയിന്റ്, ആട്രിബ്യൂട്ട്സ് നെയിം, ടൈപ്പ്. ഈ ലെയർ സെലക്ട് ചെയ്ത് മാപ്പിൽ ഒരു ഹോസ്പിറ്റൽ രേഖപ്പെടുത്തുക. ID 1, നെയിം IMCH, ടൈപ്പ് ഗവൺമെൻറ്. ഈ ഭൂപടം സേവാസ് ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോംലി എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ക്വിജിസ് ഫയലായിട്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക, ഹോമിൽ ക്ലിക്ക് ചെയ്യുക, എക്സാം ഡോക്യുമെൻറ്റ്സ് എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്വിജിസ് പ്രൊജക്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുനിസിപ്പൽ മാപ്പ് .qgs, ക്വിജിസ് എന്നത് ക്വിജിസിൻ്റെ ഫയൽ ഫോർമാറ്റാണെന്ന് മനസ്സിലാക്കുക. മൗസിൻ്റെ വലത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് ക്വിജിസ് ഡെസ്ക്ടോപ്പ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കാം. ഹോസ്പിറ്റൽ എന്ന പേരിൽ ഒരു ലെയർ നിർമ്മിക്കുക. ലെയർ ടൈപ്പ് പോയിന്റ്, ആട്രിബ്യൂട്ട്സ് നെയിം, ടൈപ്പ്. ഫസ്റ്റ് ലെയർ നിർമ്മിക്കേണ്ടത് കൊണ്ട് ഫസ്റ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ലെയർ, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്നീ ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോയിൻ്റാണ് നമ്മൾ ലെയർ ടൈപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലാകുമ്പോൾ പോയിൻ്റാണെന്ന് മനസ്സിലാക്കുക. വെല്ല്, അതുപോലെ തന്നെ ഹൗസ്, ഇതിനെല്ലാം പോയിൻ്റാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലൈൻ എന്നത് റോഡുകൾ, നദികൾ, ഇവയുടെയൊക്കെ ലെയർ ടൈപ്പാണ് ലൈൻ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുളങ്ങളും തടാകങ്ങളും, ഇതൊക്കെ പോളികളാണ്. അതും മനസ്സിലാക്കുക. എല്ലാം തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നെയിമും ടൈപ്പുമാണ് കൊടുക്കാൻ പറഞ്ഞത്. നെയിം എഴുതി കൊടുക്കുക. അതിനുശേഷം നെയിം എന്നത് അക്ഷരരൂപത്തിലുള്ളത് കൊണ്ട് ഇവിടെ ടെക്സ്റ്റ് ഡാറ്റ തന്നെയാണ് വേണ്ടത്. അതിനുശേഷം ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അക്ഷരരൂപത്തിലുള്ളത് ടെക്സ്റ്റ് ഡാറ്റയാണ്, നമ്പർ രൂപത്തിലുള്ളത് വോൾ നമ്പർ ആയിരിക്കും. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അക്ഷരരൂപത്തിലുള്ളത് കൊണ്ട് ഇവിടെ ടെക്സ്റ്റ് ഡാറ്റ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ടൈപ്പ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ടൈപ്പ് എന്നത് ടെക്സ്റ്റ് ഡാറ്റയാണ്. ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി ഹോസ്പിറ്റൽ എന്ന ലെയർ നിർമ്മിക്കേണ്ടത് കൊണ്ട് ഇവിടെ ഹോസ്പിറ്റൽ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ഹോസ്പിറ്റൽ എന്ന ലെയർ ഇവിടെ ദൃശ്യമായിട്ടുണ്ട്. ഇനി നോക്കാം. ക്വസ്റ്റ്യൻ
ഹോസ്പിറ്റൽ എന്ന ലെയർ നിർമ്മിച്ചു നമ്മൾ. ഈ ലെയർ സെലക്ട് ചെയ്ത് മാപ്പിൽ ഒരു ഹോസ്പിറ്റൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ID 1, ഇവിടെ ID 1 എന്ന് കൊടുക്കണം. അതുപോലെ തന്നെ നെയിം IMCH കൊടുക്കണം. അതുപോലെ തന്നെ ടൈപ്പ് ഗവൺമെൻറ് എന്നും കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് ഹോസ്പിറ്റൽ എന്ന ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഹോസ്പിറ്റൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ടു ഫീൽഡ് ലിസ്റ്റിലാണ് ഹോസ്പിറ്റൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടോഗിൾ എഡിറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ഇതും പ്രധാനപ്പെട്ട തിയറി ക്വസ്റ്റ്യൻ ആണ്, ടോഗിൾ എഡിറ്റിംഗ്. അതിനുശേഷം ആഡ് ഫീച്ചറും ആ ഒരു ഐക്കണൂടെ കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ആഡ് ഫീച്ചറിൻ്റെതാണ്, അത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ടോഗിൾ എഡിറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ഫീച്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ ഹോസ്പിറ്റൽ വേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ID 1 എന്ന് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നെയിം IMCH, അതുപോലെ തന്നെ ടൈപ്പ് ഗവൺമെൻറ് എന്ന് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ എന്ന ലെയർ വന്നിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹോസ്പിറ്റലിൻ്റെയൊക്കെ കളറ് മാറ്റാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എഡിറ്റിംഗ് അവസാനിപ്പിക്കാൻ വേണ്ടി വീണ്ടും ടോഗിൾ എഡിറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. സേവ് കൊടുക്കുക. ഇനി നമുക്ക് മൗസിൻ്റെ വലത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൗസിൻ്റെ വലത് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതിൻ്റെ കളറ് മാറ്റുന്നതിന് വേണ്ടി സ്റ്റൈൽ എന്നതായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ കളറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കളർ മാറിയതായി കാണാൻ സാധിക്കും. നമുക്ക് ഇപ്പോഴും ഹോസ്പിറ്റലിൻ്റെ ലെയറിൻ്റെ കളറൊന്നും മാറ്റാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ കളർ മാറ്റേണ്ടത് ഇപ്പം പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രദ്ധിക്കുക, നേരത്തെ ടോഗിൾ എഡിറ്റിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സാം ഡോക്യുമെൻറ്റ്സിൽ തന്നെയായിരിക്കും സേവ് ആകുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? പ്രൊജക്റ്റ് മെനുവിൽ സേവ് ആസ് ഉപയോഗിച്ച് സേവ് ചെയ്യുവാനാണ് പറഞ്ഞത്. പ്രൊജക്റ്റ് മെനു സേവ് ആസിൽ ക്ലിക്ക് ചെയ്ത് മോഡൽ IT എക്സാം 10 രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ. അതിനുശേഷം ഏറ്റവും താഴെ സേവ് ബട്ടൺ പ്രസ് ചെയ്യും. അത്രയാണ് ഇതിലുള്ളത്. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലായി ചോദിച്ച ഒരു ചോദ്യം, ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ ദൃശ്യമാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൗസിൻ്റെ വലത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ആട്രിബ്യൂട്ട് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആട്രിബ്യൂട്ട് ടേബിൾ ഇവിടെ ദൃശ്യമായതായി കാണും. ഈ വർഷം മോഡൽ എക്സാമിന് വന്നതായി കണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞാൽ കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ അമർത്തുക. അപ്പോഴേ ആ സ്ക്രീൻഷോട്ട് എവിടെ ഉണ്ടാകുക? പിക്ചേഴ്സിലായിരിക്കും. ഇവിടെ പിക്ചേഴ്സിനാണ് ആ സ്ക്രീൻഷോട്ട് ഉള്ളത്. ഇത് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം നൽകണം. അതിനുശേഷം നമ്മൾ സൺക്ലോക്കിൽ അങ്ങനെയല്ലേ ചെയ്തത്. അപ്പോൾ ഇവിടെ റീനെയിം ചെയ്യുക. അതിനുശേഷം
റീനെയിം കൊടുക്കുക. ഇവിടുന്ന് കോപ്പി ചെയ്യാം. കോപ്പി ഫോമിൽ exam10 പേസ്റ്റ് ചെയ്യും. ഈ ഒരു രീതിയിലാണ് സ്ക്രീൻഷോട്ട് എടുത്ത ഫയലുകൾ സേവ് ചെയ്യേണ്ടത്. അത്രയാണ് ആ അധ്യായത്തിലുള്ളത്. പിന്നെ പ്രിൻ്റ് കമ്പോസർ ഉപയോഗിച്ച് ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അത് പിന്നീടുള്ള വീഡിയോസിൽ പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാ കുട്ടികളും ഇതൊക്കെ പഠിച്ച് തന്നെ എക്സാമിന് പോവുക. എല്ലാ കുട്ടികൾക്കും A+ കിട്ടുമെന്ന് മോഡൽ എക്സാമിന് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. ഒരു വിഭവ ഭൂപടം ഹോമിലെ എക്സാം ഡോക്യുമെൻസിലുള്ള QGIS പ്രൊജക്റ്റ് എന്ന ഫോൾഡറിൽ മുനിസിപ്പൽ map.qgs എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ തുറന്ന് ഭൂപടത്തിലെ മെയിൻ റോഡ്, ഹൗസ് എന്നീ ലെയറുകൾ ദൃശ്യമാക്കി ന്യൂ പ്രിൻ്റ് കമ്പോസർ ഉപയോഗിച്ച് SVG ഫോർമാറ്റിലുള്ള മാപ്പ് തയ്യാറാക്കുക. ഇവിടെ സൂചനകൾ തന്നിട്ടുണ്ട്. ന്യൂ പ്രിൻ്റ് കമ്പോസർ ആഡ് ന്യൂ മാപ്പ് ടൂൾ ഉപയോഗിച്ച് മാപ്പ് ഉൾപ്പെടുത്തുക. ആഡ് ന്യൂ ലേബൽ ഉപയോഗിച്ച് മുനിസിപ്പൽ മാപ്പ് എന്ന തലക്കെട്ട് നൽകുക. ആഡ് ന്യൂ ലെജൻഡ് സങ്കേതം ഉപയോഗിച്ച് സൂചനകൾ ഉൾപ്പെടുത്തുക. ഈ വിഭവ ഭൂപടം ഒരു SVG ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. SVG ഫയലായി സേവ് ചെയ്യുന്നതിന് കമ്പോസർ മെനുവിലെ എക്സ്പോർട്ട് ആസ് SVG എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. ഈ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുക നോക്കാം. ഫസ്റ്റ് പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിലെ എക്സാം ഡോക്യുമെൻസിലെ QGIS പ്രൊജക്റ്റിലെ മുനിസിപ്പൽ മാപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് QGIS ഡെസ്ക്ടോപ്പ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം OK ബട്ടൺ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് നോക്കാം. QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന ഭൂപടത്തിലെ മെയിൻ റോഡ്, ഹൗസ് എന്നീ ലെയറുകൾ ദൃശ്യമാക്കുക എന്ന് പറഞ്ഞത്. മെയിൻ റോഡും ഹൗസും, ഇവിടെ മെയിൻ റോഡും ഹൗസും അദൃശ്യമായിട്ടാണുള്ളത്. അതിനെ ദൃശ്യമാക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ അത് രണ്ടും ദൃശ്യമായി. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂ പ്രിൻ്റ് കമ്പോസർ ഉപയോഗിച്ച് ആഡ് ന്യൂ മാപ്പ് ടൂൾ ഉപയോഗിച്ച് മാപ്പ് ഉൾപ്പെടുത്തുക. ആഡ് ന്യൂ മാപ്പ് ഉപയോഗിച്ചിട്ട് മാപ്പ് ഉൾപ്പെടുത്തണം. പ്രൊജക്റ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രിൻ്റ് കമ്പോസർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം OK ക്ലിക്ക് ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആഡ് ന്യൂ മാപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡ്രാഗ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ആഡ് ന്യൂ ലേബൽ ടൂൾ ഉപയോഗിച്ച് മുനിസിപ്പൽ മാപ്പ് എന്ന് തലക്കെട്ട് നൽകണം. ആഡ് ന്യൂ ലേബൽ ഉപയോഗിച്ച് മുനിസിപ്പൽ മാപ്പ് എന്ന തലക്കെട്ട് നൽകണം. ഇവിടെയാണ് ആഡ് ന്യൂ ലേബൽ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഐറ്റം പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എഴുതി കൊടുക്കേണ്ടത്
മുനിസിപ്പൽ മാപ്പ്. ഇവിടെ എഴുതി കൊടുക്കേണ്ടത് മുനിസിപ്പൽ മാപ്പ്. അപ്പോൾ ഇവിടെ ക്വിജിസ് എന്നത് കളയാം. ബാക്ക് സ്പേസ് അടിക്കുക. മുനിസിപ്പൽ മാപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഫോണ്ട് കളർ വേണമെങ്കിൽ മാറ്റി കൊടുക്കുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കി കൊടുക്കുക, മിഡിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഫോണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫോണ്ടിൽ ഫോണ്ട് ഫാമിലി ഉണ്ട്. ഇവിടെ ഫോണ്ടിൻ്റെ സ്റ്റൈലുണ്ട്. ഇതാവശ്യമുള്ള സ്റ്റൈൽ വേണമെങ്കിൽ മാത്രം ആക്കി കൊടുത്താൽ മതി. ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നു എന്നതേ ഉള്ളൂ. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ന്യൂ പ്രിൻ്റ് കമ്പോസർ ഉപയോഗിച്ചു, ആഡ് ന്യൂ ലേബൽ ഉപയോഗിച്ചു. ഇനി ആഡ് ന്യൂ ലെജൻഡ് സങ്കേതം ഉപയോഗിക്കണം. ആഡ് ന്യൂ ലെജൻഡ്, ആഡ് ന്യൂ ലെജൻഡ്, ഇതാണ് ആഡ് ന്യൂ ലെജൻഡ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ സ്ഥാനത്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ലെയറെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഈ വിഭവ ഭൂപടം ഒരു SVG ഫയലായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി എക്സാം 10 സേവ് ചെയ്യാൻ പാടിയിട്ടുണ്ടല്ലോ. അപ്പോൾ SVG ഫയലായി സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കമ്പോസർ മെനുവിലെ എക്സ്പോർട്ട് ആസ് SVG എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. കമ്പോസർ മെനുവിലെ എക്സ്പോർട്ട് ആസ് SVG എന്ന ഉപയോഗിച്ച് മോഡൽ IT എക്സാം 10 SVG ഫയലായി സേവ് ചെയ്യാം. ഷിഫ്റ്റ് മൈനസ് ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ എഴുതി കൊടുക്കുക. അതിനുശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് സേവ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ഫയൽ. SVG ഫയലായിട്ട് സേവ് ചെയ്യാൻ പറഞ്ഞു, അതാണിത്. ഇത്രയാണ് അധ്യായത്തിലുള്ളത്. എല്ലാ കുട്ടികളും നന്നായി പഠിച്ച് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു.